അങ്ങനെ ഫിസിക്സ് എക്സാമും കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ രണ്ട് എക്സാമുകളാണ് ബാക്കിയുള്ളത്. ഇംഗ്ലീഷും കെമിസ്ട്രിയും. ഗവൺമെൻറ്റിൻ്റെ ടൈം ടേബിൾ പ്രകാരം ഇംഗ്ലീഷും കെമിസ്ട്രിയാണ് നമുക്കിനി ബാക്കിയുള്ളത്. അതിനാണെങ്കിൽ 3 ദിവസം ലീവുണ്ട്, സ്റ്റഡി ലീവുണ്ട്. എങ്ങനെയാണ് പഠിച്ചെടുക്കാനുള്ള മക്കളുടെ പ്ലാൻ? ഈ 3 ദിവസം ഇരുന്ന് ഇംഗ്ലീഷ് അങ്ങനെ പഠിച്ച് പിന്നെ മൺഡേ രാത്രി ഇരുന്ന് ട്യൂസ്ഡേ രാത്രി ഇരുന്ന് കെമിസ്ട്രിയും പഠിച്ച് അങ്ങനെയൊക്കെയാണോ? പ്ലാൻ ഉണ്ടാവണം. എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ചില ആളുകൾ ഒഴുക്കൻ മട്ടിൽ പ്ലാൻ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെ നാളെയും ഇന്ന് രാത്രിയും നാളെയൊക്കെ ആയിട്ട് കെമിസ്ട്രി പഠിക്കും, പിറ്റേന്ന് 2 ദിവസമായിട്ട് ഇംഗ്ലീഷ് പഠിക്കും, അല്ലെങ്കിൽ മൺഡേ ഇരുന്ന് ഇംഗ്ലീഷ് പഠിക്കും. ഇങ്ങനെയൊക്കെ ഒരു ഒഴുക്കൻ മട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ആ ഒഴുക്കൻ മട്ട് പോരാ. ഈ 3 ദിവസം കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ, കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാരണം ആ താനങ്ങ് വന്നോളും ആ മാർക്കും കാര്യങ്ങളൊക്കെ. അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഈ 2 ദിവസം വെറുതെ അങ്ങ് പോയിട്ട് ലാസ്റ്റത്തെ മൺഡേ ഇരുന്നിട്ട് അയ്യോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ എന്ന അവസ്ഥ വരരുത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഷെഡ്യൂൾ ചെയ്യുന്നത്? നമ്മളുടെ പ്ലാൻ എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം, ഇന്ന് രാത്രി നമ്മുടെ മാരത്തോൺ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതാ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് ഇത് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ മാരത്തോൺ വരികയാണ്. ആ മാരത്തോൺ എല്ലാ ചാപ്റ്റേഴ്സും, സൊല്യൂഷൻസ് മുതൽ D&F ബ്ലോക്ക് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും ഫുൾ കവർ ചെയ്തിട്ടുള്ള മൊത്തം പഠിപ്പിക്കലാണുള്ളത്. അപ്പോൾ എല്ലാ മക്കളെയും എല്ലാ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും കൂട്ടി അങ്ങ് വന്നോളുക. മാരത്തോൺ നമുക്ക് കെങ്കേമമാക്കണം, അടിപൊളിയാക്കണം, സെറ്റാക്കണം. അങ്ങനെ മാരത്തോൺ നിങ്ങൾ ഇരുന്ന് കണ്ടു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ സാറ്റർഡേ ഡേ ടൈമിൽ നിങ്ങളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ട ഭാഗങ്ങൾ മൊത്തം ഇരുന്ന് പഠിക്കുക. സൊല്യൂഷൻസ് മുതൽ D&F വരെ ഒരു ഡേ കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കണം. അതങ്ങ് സെറ്റാക്കി പഠിച്ച് റെഡിയാക്കി അടിപൊളിയാക്കി എടുക്കുക. ഓൾറെഡി പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും, ഒക്കെ ഒന്നൊന്നും സെറ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ന്യൂമറിക്കൽസും കുറച്ച് കൺഫ്യൂഷൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും ചിലപ്പം. അപ്പോൾ ന്യൂമറിക്കൽസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നോ, കുഴപ്പമില്ല. ന്യൂമറിക്കൽസ് പ്രശ്നമല്ല, ഡെറിവേഷൻസ് എന്തെങ്കിലും പ്രശ്നമാണ്, അതും പ്രശ്നമല്ല. കാരണം സാറ്റർഡേ നൈറ്റ് നമ്മൾ ഓൾ ഡെറിവേഷൻസ് ആൻഡ് ന്യൂമറിക്കൽസ് ആണ് ഈ സൊല്യൂഷൻ മുതൽ D&F വരെയുള്ള ചാപ്റ്ററിൽ നിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാ ന്യൂമറിക്കൽസും മാത്രം അടങ്ങിയ വൺ വീഡിയോ ആണ് വരാൻ പോകുന്നത്, ഡെറിവേഷൻ അടക്കം. അപ്പോൾ അതും കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് ആ പോയിന്റും ക്ലിയറായി, ആ കൺഫ്യൂഷനും തീർന്നു. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് പഠിക്കുന്നു. ദെൻ സൺഡേ നിങ്ങൾക്ക് വരുന്ന ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ സാറ്റർഡേ ഈ ചാപ്റ്ററിൻ്റെ ന്യൂമറിക്കൽസ് ഒക്കെ കഴിഞ്ഞ് സൺഡേ നിങ്ങൾ പകൽ ചെയ്യേണ്ടതെന്ന് അറിയാം, ഒന്നും കൂടെ ഒന്ന് കാച്ചി കുറുക്കൽ. എന്ത് കാച്ചി കുറുക്കൽ? ഈ ചാപ്റ്റേഴ്സ് പഠിച്ചതും അതിൻ്റെ ന്യൂമറിക്കൽസും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഒന്ന് സെറ്റാക്കി കെമിസ്ട്രി അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നൈറ്റ് നിങ്ങളിതാ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വരികയാണ്. ഏത് നൈറ്റ്? സൺഡേ നൈറ്റ്. ഇംഗ്ലീഷിൻ്റെ ഓൾ ചാപ്റ്റേഴ്സ് ആൻഡ് പോയംസ് ആയിരിക്കും അന്ന് നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവുക. അപ്പോൾ അതിനെയും എല്ലാവരെയും കൂട്ടി നിങ്ങൾ വന്നോളുക. ദെൻ അത് പിറ്റേ ദിവസം മൺഡേ പകലിരുന്നത് നിങ്ങൾ മൊത്തം പഠിക്കുന്നു. ദെൻ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് അന്ന് രാത്രി മൺഡേ നൈറ്റ് നിങ്ങൾക്ക് ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസിൻ്റെ ക്ലാസ്സും വരുന്നു. അതോടുകൂടി ഇംഗ്ലീഷും പക്കാ സെറ്റാക്കുന്നു. ട്യൂസ്ഡേ നിങ്ങൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതാൻ പോകുന്നു. അങ്ങനെ ട്യൂസ്ഡേ നിങ്ങൾ ഇംഗ്ലീഷ് എക്സാമും കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഓൾറെഡി പാക്കഡാക്കി സെറ്റാക്കി വെച്ച കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചൊന്ന് സെറ്റാക്കി വെച്ചേ, അതൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടോ, ഓർമ്മയിലുണ്ടോ എന്നൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിർബന്ധമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള 50 ഷുവർ ക്വസ്റ്റ്യൻസിലൂടെ, 50 എന്ന് പറഞ്ഞാൽ 50+ ഒക്കെ ഉണ്ടാവും, അത്രയും ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കെമിസ്ട്രിയെയും അടിപൊളിയാക്കുന്നു. പിറ്റേന്ന് വെനസ്ഡേ നിങ്ങൾ കെമിസ്ട്രിയുടെ എക്സാമും എഴുതാൻ പോകുന്നു. അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങളങ്ങ് എൻജോയ്മെൻ്റ് ആവുന്നു. ദെൻ സ്കൂളിലുള്ള ഓണം സെലിബ്രേഷൻ പരിപാടികളൊക്കെ പങ്കെടുത്ത് ഓണം വെക്കേഷൻ അടിപൊളിയാക്കുന്നു. അപ്പോൾ ഈ സ്കെഡ്യൂൾ പ്രകാരം നിങ്ങൾ സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓണം വെക്കേഷനും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും, അടിപൊളിയാക്കാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ സെറ്റായിക്കോളൂ. അപ്പം എന്താ മറക്കണ്ടാത്തത്? ഇന്ന് നൈറ്റ് നമ്മുടെ മാരത്തോൺ ഉണ്ട്. എല്ലാ ഫ്രണ്ട്സിനെ അറിയിച്ച് ഇതങ്ങ് എത്തിക്കോളുക. നമുക്ക് അടിപൊളിയാക്കണം ഈ മാരത്തോൺ. ഓക്കെ, സോ താങ്ക് യു.